ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഞാനിന്ന് കപ്പൊക്കെ വെച്ചിട്ട് ഒരു വെറൈറ്റിയായ ഒരു സ്നാക്സ് എന്ന് പറയാം, അല്ലെങ്കിൽ കറി എന്ന് പറയാൻ പറ്റില്ല, അതുപോലെയുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ ഒരു കപ്പൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഇതിന് കപ്പൊക്കെ എന്നാണ് പറയുന്നത്, കണ്ണൂരുകാർ. അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ ചെത്തി നല്ല വൃത്തിയായിട്ടെടുക്കാം. ശരിക്കും ഇത് സ്നാക്സ് അല്ല, കൊണ്ടാട്ടം ആണ്. നമുക്ക് ചോറിന് കഴിക്കാൻ പറ്റുന്ന ഒരു കൊണ്ടാട്ടത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് അതിൻ്റെ ഉള്ളിലുള്ള കുരുവൊക്കെ കളഞ്ഞ് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു 4 കഷ്ണങ്ങളാക്കി എടുക്കാം. അതിന് ശേഷം നമുക്ക് ഇതുപോലെ ഈ ചോപ്പറിലിട്ടിട്ട് നേർങ്ങനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ചിലപ്പോൾ കപ്പൊക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്കും ഇതുപോലെ വെറൈറ്റി ആയിട്ട് തയ്യാറാക്കി കൊടുത്താൽ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. അപ്പോൾ ഞാനിത് ഇതേപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഉപ്പൊക്കെ ഇതിന് നന്നായി പിടിച്ച് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ആദ്യം തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല വെയിലുള്ള സമയത്ത് നമുക്ക് ഇതുപോലെ പല കൊണ്ടാട്ടങ്ങളും തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇനി ഞാനിത് ഇഡ്ഡലി പാത്രത്തിൻ്റെ ആവി തട്ടിൽ വെച്ചിട്ട് ആവി കയറ്റി എടുക്കുകയാണ് ചെയ്യുന്നത്. ചെറുതായിട്ടൊന്ന് ആവി കയറ്റിയാൽ മതി, കാരണം ഈ കപ്പക്കൊക്കെ അധികം വേവൊന്നും ഇല്ലാത്തതാണ്. ജസ്റ്റ് ഒന്ന് ഒരു 5 മിനിറ്റ് ഏകദേശം ചൂടാക്കിയെടുക്കണം. ഞാനിത് വിറകടുപ്പിലാണ് വെക്കുന്നത്. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ഏകദേശം ആയിട്ടുണ്ട്. ഉടനെ തന്നെ നമുക്കത് എടുത്തിട്ട് നല്ല വെയിലുള്ള സമയം ഒരു തുണിയിൽ ഇതുപോലെ ഇട്ടിട്ട് ഉണക്കിയെടുക്കണം. ഞാനൊരു 2 ദിവസത്തെ വെയിലാണ് കൊള്ളിച്ചത്. ഞാനിത് നല്ല വേനൽക്കാലം തയ്യാറാക്കി വെച്ചതാണ്. ഇനി നമുക്കിതെങ്ങനെ വറുത്തെടുക്കുന്നത് നോക്കാം. അപ്പോൾ ചൂടായ ചീനച്ചട്ടിയിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ഉണങ്ങി വരുമ്പോൾ ഇതുപോലെ ചുക്കിച്ചുളിഞ്ഞ് ചെറിയ കഷ്ണങ്ങളായിട്ട് അത്രയേ ഉള്ളൂ കാണാൻ. പക്ഷെ നമ്മൾ എണ്ണയിലിട്ട് വറുത്ത് കോരുന്ന സമയത്ത് കുറച്ചും കൂടി അത് വലിപ്പം വെക്കുന്നുണ്ട്. ഇതുപോലെ ബ്രൗൺ കളറാവുന്നത് വരെ ചെറിയ തീയിൽ വേണം വറുത്തെടുക്കാൻ. തീ അധികമായാൽ ഇത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാനിത് വറുത്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്കും ഈ മഴക്കാലത്തല്ല, വേനൽക്കാലത്ത് ഇതുപോലെ തയ്യാറാക്കി നോക്കാൻ പറ്റുമെങ്കിൽ തയ്യാറാക്കി നോക്കണം. അപ്പോൾ ഞാൻ 2 ട്രിപ്പായിട്ടാണ് വറുത്തെടുക്കുന്നത്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായി. ആദ്യമൊന്നും ഇത് എന്താണെന്ന് മനസ്സിലായില്ല എല്ലാവർക്കും. ഞാൻ പറഞ്ഞ സമയത്തേ മനസ്സിലായുള്ളൂ, കാരണം അങ്ങനെ ടേസ്റ്റ് പെട്ടെന്ന് മനസ്സിലാവുകയില്ല. പിന്നെ മുളക് പൊടിയൊക്കെ ചേർത്തിട്ടും തയ്യാറാക്കാം. ഞാനിതിൽ മഞ്ഞൾപ്പൊടി മാത്രമേ ചേർത്തുള്ളൂ. നമ്മൾ ആദ്യം ആവിക്ക് വെക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. പറ്റുന്നവരൊക്കെ തയ്യാറാക്കി നോക്കണം. നമുക്ക് വീണ്ടും കാണാം. അടുത്ത വേറൊരു വീഡിയോയുമായി വരാം. കാണുന്നില്ലേ, നല്ല ക്രിസ്പിയാണ്. Thank you.